നമസ്കാരം. റോറിച്ചിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർവീസിൻ്റെ കോസ്റ്റൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാണ്. അപ്പം കിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ലൈക്ക് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്, ലൈക്ക് എന്തായിരിക്കും, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമ്മളിപ്പം ഈ ഇരിക്കുന്ന വണ്ടി ഓൾമോസ്റ്റ് ഒരു 4 years ആയിട്ടുണ്ട്. കിയ സോണറ്റ് 1.5 മാനുവൽ ഡീസലാണ്. ഇപ്പോൾ 2020 ഈ വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 4th സർവീസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4th സർവീസ് അതായത് 40,000 കിലോമീറ്റേഴ്സിലാണ് വരുന്നത്. അപ്പം ഈ ഒരു സർവീസ് കോസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ബില്ല് എന്ന് പറഞ്ഞാൽ 7,074 റുപ്പീസാണ്. അപ്പം ഇത് നമുക്ക് ഒന്ന് ബില്ല് അനലൈസ് ചെയ്യാം. അതിനു മുൻപ് ഇതിന് മുൻപായിട്ട് വന്ന എല്ലാ ബിൽ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. 2022 വന്നത്, അതായത് 20,000 കിലോമീറ്റേഴ്സിന് 4,526. അത് കഴിഞ്ഞിട്ട് 2023 നമുക്ക് വന്നിട്ടുള്ളത് 5,259. അത് കഴിഞ്ഞിട്ട് ഈ കൊല്ലം, അതായത് 2024 വന്നിട്ടുള്ളത് 7,074. അപ്പം ഈ ഒരു സർവീസ്, അതായത് 40,000 കിലോമീറ്റേഴ്സിന് കുറച്ച് ചാർജസ് കൂടുതലാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ബില്ലിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ എയർ ക്ലീനർ, ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പം ഫിൽറ്റർ കാട്രിഡ്ജിന് മാത്രം ഏകദേശം 800 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതൊരു അഡീഷനാണ് ബാക്കിയുള്ള സർവീസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു സർവീസിൽ നമ്മൾക്ക് ടെൻഷർ ചെറിയൊരു, അതായത് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പം അവരത് വാറണ്ടിയിൽ അത് നമുക്ക് മാറ്റി തന്നു. അപ്പോൾ ഈ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ടെൻഷറിന് ഏകദേശം 1,796 രൂപ വരുന്നുണ്ട്. വാറണ്ടിയിൽ ആയതുകൊണ്ട് തന്നെ അതിന് 0 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ബില്ല് നോക്കുകയാണെങ്കിൽ നമ്മൾ എയർ ഫിൽറ്ററിന് 261 രൂപ, ഫിൽറ്റർ കാട്രിഡ്ജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ഡീസൽ ഫിൽറ്ററാണ്, അത് 808 രൂപ. ഇത് ചെറിയ ഒരു ബമ്പറിൻ്റെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഫിൽറ്റർ അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ അകത്ത് വരുന്ന എയർ ഫിൽറ്റർ, അതിന് 324 രൂപ. കൺസ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ലീൻ ചെയ്യാനും മറ്റൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ വരുന്നത് 4 ലിറ്റർ ഏകദേശം വരുന്നിട്ടുണ്ട്, 5 ലിറ്റർ ഏകദേശം വരുന്നിട്ടുണ്ട്. ടോട്ടൽ വന്നിട്ടുള്ളത് 1,708 രൂപയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലേബർ ചാർജ് 2,080 രൂപ. വേറെ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ ഏകദേശം 3,887 രൂപയുടെ പാർട്സും 2,080 രൂപയുടെ ലേബറുമാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ GST ഉണ്ട്, SGST ഉണ്ട്, GST ഉണ്ട്. അപ്പം ടോട്ടൽ നമുക്ക് പാർട്സിൻ്റെ റേറ്റ് മാത്രം 4,619 രൂപയും പിന്നെ ഇത് 2,484 രൂപയും. ടോട്ടൽ 7,074 ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ. അപ്പം സർവീസ്, ബാക്കി എല്ലാ സർവീസിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ബില്ലേ വരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം 50,000 നമുക്ക് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതായത് ഓയിൽ മാറ്റുക, പിന്നെ ഫിൽറ്റർ കാട്രിഡ്ജും കാര്യങ്ങളൊന്നും മാറ്റേണ്ടി വരില്ല. പിന്നെ വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് ബ്രേക്ക് പാഡാണ്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് ഇനി കുറച്ച് കിലോമീറ്റേഴ്സും കൂടി ഓടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലൈക്ക് അത് മാക്സിമം പോട്ടെ എന്ന് വിചാരിച്ചാൽ അത് മാറ്റിയിട്ടില്ല. അപ്പം അതിന് ഏകദേശം ഒരു 3,000 രൂപയുടെ അടുത്താണ് പറഞ്ഞിട്ടുള്ളത്. ലേബർ എക്സ്ട്രാ വരും. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം നേരിട്ടത് ഇതിൻ്റെ ഈ ഡ്രൈവർ ലാച്ച്, ഇതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാറണ്ടിയിൽ പറഞ്ഞു, അതവർ മാറ്റി തന്നു. അത് ഈ സർവീസിലല്ല, ഇതിന് മുൻപത്തെ സർവീസിലാണ് മാറ്റി തന്നിട്ടുള്ളത്. അപ്പം ഓൾ ടുഗദർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5,000-ൻ്റെയും 7,000-ൻ്റെയും, അതായത് ഇപ്രാവശ്യം വന്നത് 7,074 ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം വന്ന ബില്ല് 7,074 ആണ്. നോർമൽ വിയർ ആൻഡ് ടയർ വരുമ്പം, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രേക്കൊക്കെ വരികയാണെങ്കിൽ എക്സ്ട്രാ ഒരു 3,000 വരും. അല്ലാതെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് കിയൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇതുവരെ ഉള്ളത്. അപ്പോൾ ചെറിയൊരു കാര്യം മിസ്സായിട്ടുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി കിയയുടെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കിയ സർവീസ് കോസ്റ്റ് കാൽക്കുലേറ്റർ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ വണ്ടിയുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ സർവീസ് ഇൻട്രോലും കൂടി സെലക്ട് ചെയ്യുക. അപ്പം ഈ ഒരു സർവീസ് നമ്മൾ 4 years 40,000 കിലോമീറ്ററാണ്. കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ വന്നിട്ടുള്ളത് 5,457, ഏകദേശം അടുത്താണ്. പ്ലസ് GST ഇതിന് ഈ ഒരു റേറ്റിന് ആഡ് ആവും. നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. 5 years 50,000 കിലോമീറ്റേഴ്സിന് ഏകദേശം നമുക്ക് വരുന്നത് 3,788 രൂപയാണ്. ഇതിനേക്കാട്ടൊരു 1,000, 1,200 റേഞ്ച് നമുക്ക് GST എക്സ്ട്രാ വരും, ലേബറിനും പാർട്സിനെല്ലാം കൂടി. അപ്പം ഈ ഒരു സർവീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മാറ്റുന്നുള്ളൂ. ഓയിൽ ഫിൽറ്റർ, എഞ്ചിൻ ഓയിൽ, ബാക്കി നോർമൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ
നെക്സ്റ്റ് ഒരു മേജറായിട്ട് വരുന്ന സർവീസ് എനിക്ക് തോന്നുന്നു 60,000 കുറച്ചും കൂടി കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. കാരണം ബ്രേക്ക്, ക്ലച്ച് ഫ്ലൂയിഡ് എല്ലാം മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു എക്സ്ട്രാ പൈസ നമ്മൾ കളേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സർവീസ് പോകുന്നതിന് മുന്നേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ഒരു കോസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിം പ്രൈസ് ആണോ കിട്ടുന്നതെന്ന് മാച്ച് ചെയ്യുക, അതിനുശേഷം കൊണ്ടുപോകുക. ഇതെല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു വിഷയം നമ്മൾ നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ജില്ലയിലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരു സർവീസ് ഒന്നല്ല, ഇപ്പോൾ ഒരു വടകര ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് കോഴിക്കോട് പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സർവീസിന് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായി വിളിച്ച് ബുക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പം അവർക്ക് ഒരു ദിവസം അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന എണ്ണ ഉണ്ട്, ഇത്ര എണ്ണ പറ്റും. അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമേ എല്ലാം പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.